അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സഫർ മാസത്തിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ദിവസം നാളെയാണ്. സഫറിലെ അവസാനത്തെ ബുധൻ എന്ന് പറയുന്നത് അത് വളരെയേറെ നെഹ്സുള്ള ദിവസമാണ്, കഠിനമായ നെഹ്സുള്ള ദിവസമാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കിതാബുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ ദൈറബി തങ്ങൾ അവിടുത്തെ മുജറബാത്തിൽ പറയുന്നുണ്ട്, എല്ലാ വർഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 3,20,000-ഓളം ബലാഅകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കുമെന്നാണ്. ആ ബലാഅകൾ മുഴുവനും അല്ലാഹു തആല ഇറക്കുന്നത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ് എന്ന് നമുക്ക് കിതാബുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആയതുകൊണ്ട് തന്നെ അത്രമേൽ ഒരു പ്രശ്നമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം, അഥവാ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ദിവസം. നമുക്കൊക്കെ അറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് മുന്നേ ഹബീബായ തങ്ങൾക്കുണ്ടായ പനി, ആ പനി പിടിച്ചത് അത് സഫറിലെ അവസാനത്തെ ഈ ബുധനാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദിവസത്തിൽ കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹു ശ്രദ്ധിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, സഫറിലെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ചില ദിവസങ്ങൾക്കാണ് നെഹ്സുള്ളത്. നമുക്കൊക്കെ അറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളിൽ നെഹ്സുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്, മാസങ്ങളിൽ, അതുപോലെ തന്നെ രാവുകളിൽ, അതുപോലെ രാത്രികളിൽ, സമയങ്ങളിൽ ഒക്കെ നെഹ്സിനെ സംബന്ധിച്ച് നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ സഫറിലെ അവസാനത്തെ ദിവസം എന്നുള്ളത് അത് വളരെയേറെ ശക്തമായ നെഹ്സുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും രക്ഷ നേടാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കേട്ട് മനസ്സിലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സലാമത്തിന്റെ ആയത്തുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ സലാമത്തിന്റെ ആയത്തുകൾ 7 എണ്ണമുണ്ട്. ആ 7 എണ്ണം ഒരു പാത്രം വെള്ളത്തിൽ ഓതി, മന്ത്രിച്ചോതി ആ വെള്ളം കുടിക്കുക. എന്നാൽ എല്ലാവിധ ആഫത്തുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ്. ആ ആയത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ: ഒന്ന്, സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം, ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. മൂന്നാമത്തെ ആയത്ത് സലാമുൻ അലാ ഇബ്രാഹിം. സലാമുൻ അലാ മൂസ വ ഹാറൂൻ. സലാമുൻ അലാ ഇൽയാസീൻ. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇങ്ങനെ 7 ആയത്തുകളാണ്. ഈ 7 ആയത്ത് ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക. ഒന്നാമത്തെ പരിഹാരം ഇതാണ്. രണ്ടാമതായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ ഒരു തവണ ഓതി അതിലെ സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് എത്തിയാൽ 313 തവണ 313 പ്രാവശ്യം ആവർത്തിച്ച് ഓതി 313 പ്രാവശ്യം പൂർത്തിയാക്കിയതിന് ശേഷം സ്വലാത്തുൽ മുൻജിയാത്ത് എന്ന് പറയുന്ന, നമുക്കൊക്കെ അറിയാം,
പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് നമുക്ക് ഓതുന്നവരാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു രചിച്ച മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലുള്ള ദുആയുടെ ആദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് സലാത്തുൽ മുൻജിയാത്ത്. ആ സലാത്തുൽ മുൻജിയാത്ത് എന്ത് ചെയ്യുക? ഒരു തവണ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത്. അവിടെ ബലിയാത്ത് എന്നും കാണാം, ആഫാത്ത് എന്നും കാണാം. രണ്ടും നമുക്ക് പറയാം, കുഴപ്പമില്ല. എന്ന് തുടങ്ങുന്ന ആ സലാത്തുൽ മുൻജിയാത്ത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ശേഷം യാസീൻ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. ഇതാണ് രണ്ടാമത്തെ പ്രതിവിധി നാം ചെയ്യേണ്ടത്. മൂന്നാമതായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത് 4 റക്അത്ത് നിസ്കരിക്കുവാനാണ്. 4 റക്അത്ത് നിസ്കരിച്ച് അതിലെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത് 17 വട്ടം ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നാം ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് 5 വട്ടം ഓതണം. മൂന്നാമത്തെ റക്അത്തിൽ നാം ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫലക്ക് 1 വട്ടവും 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൻ നാസ് 1 വട്ടവും ഓതി സലാം വീട്ടിയതിന് ശേഷം, നിസ്കാരമൊക്കെ പൂർത്തിയാക്കി സലാം വീട്ടിയതിന് ശേഷം മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു ദുആ. ആ ദുആ അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുവാനാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദുആ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ ശദീദൽ ഖുവാ വയാ ശദീദൽ മിഹാൽ يا عزيز يا عزيز يا عزيز زلت بعظمتك جميع خلقك فاكفني شر خلقك يا محسن يا مجمل يا منعم يا مفضل يا من لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين وصلى الله على سيدنا محمد وآله والطيبين الطاهرين برحمتك يا أرحم الراحمين. ഈ ദുആ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുവാനും അതൊക്കെ കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.